സോ ഗൈസ്, ഇന്ന് നമ്മൾ പറയുന്നത് വാസും വേറും എന്താണ് അർത്ഥം, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള. ഇപ്പോൾ വാസ് വേറ് സാധാരണ നിലക്ക് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ബേസിക് സബ്മാണ് പറയണത്. പിന്നീട് നമുക്കതിൻ്റെ അഡ്വാൻസിലേക്കൊക്കെ പോവാം. ഓക്കെ, ഇപ്പോൾ സാധാരണ നിലക്ക് നമ്മൾ ഉപയോഗിക്കുക വാസ് വേറ് ആയിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ഞാൻ, ഹി അവൻ, ഷീ അവൾ, ഇറ്റ് അത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ, ഹി അവൻ ഒരാളല്ലേ ഉള്ളൂ, അവൻ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ, ഷീ എന്ന് പറയുമ്പോൾ അവൾ ഒരാളല്ലേ ഉള്ളൂ, ഇറ്റ് എന്ന് പറയുമ്പോൾ അത് എന്ന് പറയുമ്പോൾ ഒന്നല്ലേ ഉള്ളൂ. ഈ ഒന്നുള്ളതിൻ്റെ കൂടെയാണ് വാസ് 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 പോലെ എസ് ഉള്ള വെക്കുക. ഓക്കെ, ഹി അവൻ, ഷീ അവൾ, ഇറ്റ് ഇത്, ഇതിൻ്റെ കൂടെ ഇങ്ങനെ വാസ് 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 വെക്കുക. ഐ, ഹി, ഷീ, ഇറ്റിൻ്റെ കൂടെ. പക്ഷെ നേരെ മറിച്ച് യുവിൻ്റെ കൂടെ രണ്ടിൻ്റെ അർത്ഥം ആയിരുന്നു എന്നാണ്. പക്ഷെ യു എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? നീ എന്നാണെങ്കിൽ കൂടെ നിങ്ങൾ എന്നുള്ള അർത്ഥവും യുക്കുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞു യു എന്നുള്ളതിന് നിങ്ങൾ എന്നുള്ള അർത്ഥമുണ്ട്. അതുകൊണ്ട് യു എന്നുള്ളതിനെ ഒന്നിൽ കൂടുതലായിട്ട് പരിഗണിക്കുക, അതായത് പ്ലൂരൽ. മറ്റതിനൊക്കെ സിംഗുലർ ആയിട്ട് പരിഗണിക്കുമ്പോൾ യുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലൂറലായിട്ട് പരിഗണിക്കുന്നു. അപ്പൊ യുവിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? യുവിന്റെ കൂടെ നമ്മൾ വാസ് വെക്കാൻ പാടില്ല, യു വേർ എന്ന് വെക്കുക. അപ്പൊ നീ ആയിരുന്നു എന്ന് പറയാൻ യു വേർ എന്ന് പറഞ്ഞാൽ നീ ആയിരുന്നു. ദേ എന്ന് പറയുമ്പോൾ അവർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലല്ലേ, അപ്പൊ വേർ എന്ന് വെക്കണം. ദേ വേർ, അവർ ആയിരുന്നു. ദേ വേർ എന്ന് പറഞ്ഞാൽ അവർ ആയിരുന്നു എന്നർത്ഥം. ദേ വേർ എന്ന് പറഞ്ഞ അർത്ഥം അവർ ആയിരുന്നു എന്നർത്ഥം. വി വേർ എന്ന് പറഞ്ഞാൽ ഞങ്ങളായിരുന്നു, നമ്മളായിരുന്നു എന്നുള്ള അർത്ഥം കേട്ടാ. അപ്പൊ ഒന്നിൽ വി എന്ന് പറഞ്ഞാൽ നമ്മൾ, ഞങ്ങൾ ഒന്നിൽ കൂടുതലാണ്. ദേ എന്ന് പറയുമ്പോൾ അവർ ഒന്നിൽ കൂടുതലാണ്. യു എന്ന് പറയുമ്പോൾ നിങ്ങൾ, അല്ലെങ്കിൽ നീ എന്നുള്ള അർത്ഥമാണെങ്കിൽ ശരി, നിങ്ങൾ എന്നുള്ള പരിഗണിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്നുള്ള ഒന്നിൽ കൂടുതലായതുകൊണ്ട് വേർ വെക്കുന്നു. അപ്പൊ യു വേർ നീ ആയിരുന്നു, ദേ വേർ അവർ ആയിരുന്നു, വി വേർ ഞങ്ങളായിരുന്നു എന്നാണ് അർത്ഥം. അപ്പൊ ഞാനൊരു സ്റ്റുഡന്റ് ആയിരുന്നു, അതാണ് ഐ വാസ് എ സ്റ്റുഡന്റ്. ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ ഞാനൊരു ഡോക്ടറായിരുന്നു, ഐ വാസ് എ ഡോക്ടർ. ഞാൻ ഡോക്ടറായിരുന്നു. ഞാനൊരു ടീച്ചറായിരുന്നു, ഐ വാസ് എ ടീച്ചർ. ഞാനൊരു ടീച്ചറായിരുന്നു. അവൻ ഒരു ടീച്ചറായിരുന്നു, ഹി വാസ് എ ടീച്ചർ. അവനൊരു ടീച്ചറായിരുന്നു. അവനൊരു സ്റ്റുഡന്റ് ആയിരുന്നു എന്ന് പറയാൻ ഹി വാസ് എ സ്റ്റുഡന്റ്. അവനൊരു സ്റ്റുഡന്റ് ആയിരുന്നു. ഓക്കെ, അതേപോലെ അവളൊരു നേഴ്സായിരുന്നു, ഷി വാസ് എ നേഴ്സ്. അവളൊരു നേഴ്സായിരുന്നു. ഓക്കെ, ആ രീതിയിൽ. അപ്പോൾ ഇറ്റ് വാസ് എ നൈസ് ഡേ, അതൊരു നല്ല ദിവസമായിരുന്നു. ഇറ്റ് വാസ് എ നൈസ് ഡേ, അതൊരു നല്ല ദിവസമായിരുന്നു. നല്ല ചൂടുള്ളൊരു ദിവസമായിരുന്നു, എങ്ങനെ പറയാം? ഇറ്റ് വാസ് എ ഹോട്ട് ഡേ, അതൊരു നല്ല ചൂടുള്ള ദിവസമായിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് എ ഹോട്ട് ഡേ എന്ന് പറഞ്ഞാൽ നല്ലൊരു ചൂടുള്ള ദിവസമായിരുന്നു. ഓക്കെ, അപ്പൊ യു വേർ എ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ നീ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. നീ ഒരു ടീച്ചർ ആയിരുന്നു എന്ന് എങ്ങനെ പറയാം? യു വേർ എ ടീച്ചർ. നീ ഒരു ടീച്ചർ ആയിരുന്നു. യു വേർ എ ടീച്ചർ. നീ ഒരു ടീച്ചർ ആയിരുന്നു. നീ ഒരു ഡോക്ടർ ആയിരുന്നു, അത് മറക്കരുത്. നീ പണ്ടൊരു ഡോക്ടർ ആയിരുന്നു, അങ്ങനെ പറയാം. യു വേർ എ ഡോക്ടർ. ഓൾറൈറ്റ്, നമ്മൾ അങ്ങനെ പറയാറുണ്ടാന്ന് വെച്ചാൽ ഒക്കെ അർത്ഥത്തിന് വേണ്ടി പറയാണ് കേട്ടാ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പറയാണ്, അവർ എൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു. ദേ വേർ മൈ സ്റ്റുഡൻസ്. അവർ എൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു. ദേ വേർ മൈ സ്റ്റുഡൻസ്. അവർ എൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു. അവർ എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു എന്നങ്ങനെ പറയും. ദേ വേർ എന്ന് പറഞ്ഞാൽ അവർ ആയിരുന്നു. ദേ വേർ മൈ ഫ്രണ്ട്സ്. അവർ എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. ദേ വേർ മൈ ഫ്രണ്ട്സ്. അവർ എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. അതേപോലെ തന്നെ വി വേർ സ്റ്റുഡൻസ്. ഞങ്ങൾ സ്റ്റുഡൻസ് ആയിരുന്നു. വി വേർ സ്റ്റുഡൻസ്. ഞങ്ങൾ സ്റ്റുഡൻസ് ആയിരുന്നു. വി വേർ സ്റ്റുഡൻസ്. ഞങ്ങൾ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പൊ ഇത് ആയിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഈ വാസ് വേറ് വരുന്നത്. ഓക്കെ, വാസ് വേറ് വരുന്നത് ആയിരുന്നു എന്നുള്ള അർത്ഥത്തിലാണെന്ന് പറഞ്ഞു. ഓക്കെ, ശരി, അടുത്ത് നോക്കാം നമുക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഐ വാസ് ഞാനായിരുന്നു, ഹി വാസ് അവനായിരുന്നു, ഷി വാസ് അവളായിരുന്നു, യു വേർ നീ ആയിരുന്നു, ദേ വേർ എന്ന് പറഞ്ഞാൽ അവർ ആയിരുന്നു, വി വേർ എന്ന് പറഞ്ഞാൽ ഞങ്ങളായിരുന്നു എന്നൊക്കെ അർത്ഥം കേട്ടാ. ശരി, ഇപ്പൊ ഉദാഹരണത്തിന് നോക്കൂ, ഞാനൊരു ടീച്ചറായിരുന്നു, ഐ വാസ് എ ടീച്ചർ. ഒരു ടീച്ചറായിരുന്നു എന്ന് പറയുമ്പോഴാണ് എ വെക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ സ്ട്രോങ് ആയിരുന്നു, ഞാൻ പണ്ട് സ്ട്രോങ് ആയിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ പറയില്ലേ. അപ്പൊ ഐ വാസ് സ്ട്രോങ്. ഈ സ്ട്രോങ് എന്നുള്ളതിന്റെ മുന്നിലൊന്നും എ വെക്കരുത്. കാരണം എന്താ, ഞാൻ ഒരു സ്ട്രോങ് ആയിരുന്നു എന്ന് പറയില്ലല്ലോ. ഞാൻ ഒരു ടീച്ചറായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരു ടീച്ചറായിരുന്നു, ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നൊക്കെ പറയാം. പക്ഷെ അല്ലാതെ ഞാൻ ഒരു സ്ട്രോങ് ആയിരുന്നു എന്ന് പറയില്ലല്ലോ. ഇല്ല, ഒരു എന്നുള്ള അർത്ഥം വരുമ്പോഴേ എ വെക്കാൻ പറ്റുള്ളൂ. ഒരു ടീച്ചർ, എ ടീച്ചർ. ഒരു ഡോക്ടർ, എ ഡോക്ടർ. അപ്പോഴേ നമ്മൾ എ വെക്കാൻ പാടുള്ളൂ. അല്ലാതെ സ്ട്രോങ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു സ്ട്രോങ് ആയിരുന്നു എന്ന് പറയില്ലല്ലോ. അപ്പം അതുകൊണ്ട് എ വേണ്ട കേട്ടോ. അപ്പം ഐ വാസ് സ്ട്രോങ്, ഞാൻ സ്ട്രോങ് ആയിരുന്നു. അവൻ സ്ട്രോങ് ആയിരുന്നു എന്ന് പറയാൻ ഹി വാസ് സ്ട്രോങ്. അവൻ സ്ട്രോങ് ആയിരുന്നു. ഓക്കെ, ശരി. അവൻ ബിസി ആയിരുന്നു എന്ന് പറയാൻ ഹി വാസ് ബിസി.
അവൻ ബിസി ആയിരുന്നു. ഹി വാസ് ബിസി, അവൻ ബിസി ആയിരുന്നു. അവൻ ലേറ്റ് ആയിരുന്നു എന്ന് പറയാൻ ഹി വാസ് ലേറ്റ്, അവൻ ലേറ്റ് ആയിരുന്നു. മനസ്സിലായില്ലേ? ഓക്കെ. അവൻ സ്മാർട്ടായിരുന്നു, ഇപ്പോൾ ആകെ മോശമായി, ഇപ്പോൾ അവൻ സ്മാർട്ടായിരുന്നു എന്ന് പറയും ഹി വാസ് സ്മാർട്ട്, അവൻ സ്മാർട്ടായിരുന്നു. ഓക്കെ. അവർ ഫ്രണ്ട്സ് ആയിരുന്നു അങ്ങനെ പറയും ദേ വേർ ഫ്രണ്ട്സ്, അവർ ഫ്രണ്ട്സ് ആയിരുന്നു. അവർ ബിസി ആയിരുന്നു അങ്ങനെ പറയും ദേ വേർ ബിസി, അവർ ബിസി ആയിരുന്നു. ഓക്കെ. അവർ ലേറ്റ് ആയിരുന്നു അങ്ങനെ പറയും ദേ വേർ ലേറ്റ്, അവർ ലേറ്റ് ആയിരുന്നു. ഓക്കെ. അവർ സ്മാർട്ടായിരുന്നു, ഇപ്പോൾ ആകെ കുഴപ്പമായി എന്നങ്ങനെ പറയും ദേ വേർ സ്മാർട്ട്, അവർ സ്മാർട്ടായിരുന്നു. മനസ്സിലായില്ലേ? ഈ രീതിയിൽ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ അവൻ ബിസി ആയിരുന്നു അങ്ങനെ പറയും ഹി വാസ് ബിസി. ഹി വാസ് ബിസി എന്ന് പറഞ്ഞാൽ അർത്ഥം അവൻ ബിസി ആയിരുന്നു എന്നർത്ഥം. സോറി, ഹി വാസ് ബിസി എന്ന് പറഞ്ഞാൽ അവൻ ബിസി ആയിരുന്നു. ഇനി നമ്മൾ ചോദിക്കുകയാണ് അവൻ ബിസി ആയിരുന്നോന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാസ് എടുത്തിട്ട് ഫ്രണ്ട് ഇടും. അപ്പോൾ അവൻ ബിസി ആയിരുന്നോ എന്ന് ചോദിക്കാൻ വാസ് ഹി ബിസി, അവൻ ബിസി ആയിരുന്നോന്ന് കേട്ടാ. റൈറ്റ്. അപ്പോൾ അവൾ ലേറ്റ് ആയിരുന്നു എന്നങ്ങനെ പറയാം അവൾ ലേറ്റ് ആയിരുന്നു. അവൾ ലേറ്റ് ആയിരുന്നു എന്നങ്ങനെ പറയും ഷീ വാസ് ലേറ്റ്, അവൾ ലേറ്റ് ആയിരുന്നു. ഇനി അവൾ ലേറ്റ് ആയിരുന്നോ എന്നങ്ങനെ ചോദിക്കും അവൾ ലേറ്റ് ആയിരുന്നോ എന്നങ്ങനെ ചോദിക്കും ഈ വാസ് എടുത്തിട്ട് ഫ്രണ്ടിൽ കൊണ്ടിടും. അപ്പോൾ വാസ് ഫ്രണ്ട് ഇട്ടു, എന്നിട്ട് ഷീ ലേറ്റ്, അവൾ ലേറ്റ് ആയിരുന്നോ. വാസ് ഷീ ലേറ്റ്, അവൾ ലേറ്റ് ആയിരുന്നോ കേട്ടാ. ഓക്കെ. ഓക്കെ. അതുപോലെ ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു ധാരണ വന്നു എന്ന് വിചാരിക്കുന്നു. അതേപോലെ വേറെ ഒന്നും കൂടെ കേട്ടോ. അവർ ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് എങ്ങനെ പറയാം? അവർ ഫ്രണ്ട്സ് ആയിരുന്നു എന്ന്. ദേ എന്ന് പറയുമ്പോൾ അവർ, ആയിരുന്നു എന്നുള്ളത് വേറെ, ദേയുടെ കൂടെ വാസമൊക്കെ ഇല്ലല്ലോ, ദേ വേർ നോക്കുള്ളൂ. ദേ വേർ ഫ്രണ്ട്സ്, അവർ ഫ്രണ്ട്സ് ആയിരുന്നു. ഇനി നമ്മൾ ചോദിക്കേണ്ട എന്താ? അവർ ഫ്രണ്ട്സ് ആയിരുന്നോ എന്നാണ്. അപ്പോൾ അതെങ്ങനെ ചോദിക്കുക? വേർ ദേ ഫ്രണ്ട്സ്, വേർ ദേ ഫ്രണ്ട്സ്, അവർ ഫ്രണ്ട്സ് ആയിരുന്നു. ഓക്കെ, അവർ ഫ്രണ്ട്സ് ആയിരുന്നു. ഓക്കെ, ശരി. അപ്പോൾ ഇനി കൂടുതൽ ട്രാൻസ്ലേഷൻസ് ഇടാൻ വേണ്ടിയിട്ട് തരും. അപ്പോൾ ഉണ്ടാക്കിയിട്ട് വിടണം കേട്ടോ. അത് ചേഞ്ച് ചെയ്തിട്ട് വിടണേ അടുത്ത ക്ലാസ് അടുത്ത ദിവസം.